ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച നമ്മൾ ഒന്നാം വായനയും സുവിശേഷം രണ്ടും ഒന്ന് കാണാമെന്ന് ചിന്തിക്കുകയാണ്. ഒന്നാം വായനയിൽ നമ്മൾ ഇന്നലെ കണ്ട ഗോലിയാത്തിനെ കൊന്നിട്ട് വിജയശ്രീലാളിതനായി കടന്നു വരുന്ന ദാവീദിനെ വരവേൽക്കുകയാണ്. 1 സമൂവേൽ 18-ാം അധ്യായം 6 തൊട്ട് 9 വരെയും 19-ാം അധ്യായത്തിലെ 1 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങളുമാണ്. ഇവിടെ ഗോലിയാത്തിനെ കൊന്നിട്ട് ദാവീദ് കടന്നു വരുന്നു. നമുക്കറിയാം, ഫിലിസ്ത്യരുടെ ഏറ്റവും ശക്തനായ യോദ്ധാവാണ് ഗോലിയാത്ത്, മല്ലൻ. അയാളെ കൊന്നിട്ടാണ് കടന്നു വരുന്നത്. സാവൂള് ഇത് സാധിച്ചില്ല. സാവൂളാണ് രാജാവ്. സാവൂളിന് ഇത് സാധിച്ചില്ല. ജനം സന്തോഷത്തോടു കൂടി മതിമറന്ന് ഒരു പാടി സ്തുതിക്കുകയാണ്. പാടുന്നത് ഇങ്ങനെയാണ്: സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്ന യോദ്ധാവ് ദാവീദ്. പക്ഷെ ഇവിടെ സംഭവം നടക്കുന്നുണ്ട്. ഇതിനു ശേഷം ഇതിങ്ങനെ ഈ പാട്ടൊക്കെ കേട്ട് കോപാകുലനായിട്ട് സാവൂള് ദാവീദിനെ കൊല്ലാനായിട്ട് തീരുമാനമെടുക്കുക. സാവൂളിന്റെ മകൻ ജോനാഥനാണ് സഹായിക്കുന്നത്, ദാവീദിനെ ഒളിവിൽ പോകാനൊക്കെ സഹായിക്കുന്നത്. നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തോന്നൊരു മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ട്: ഈ ഗോലിയാത്തിനെ കൊന്നവന് സാവൂളിനെ കൊല്ലാൻ പറ്റത്തില്ലേ? സിമ്പിളായിട്ട് പറ്റും. ഇവിടെ പിന്നെ പറയുന്നുണ്ട്, സാവൂൾ 1000 കൊന്നപ്പോൾ ദാവീദ് 10,000 കൊന്നിട്ട് നിൽക്കുക. ഇപ്പം ഈ സാവൂള് കൊന്നതിന്റെ ഒരുപാട് 10 മടങ്ങ് ആളുകളെ കൊന്നിട്ട് നിൽക്കുന്ന ദാവീദിനെ നമുക്ക് കാണാൻ സാധിക്കുക. സാവൂളിന് കൊല്ലാൻ പറ്റാതിരുന്ന ഗോലിയാത്തിനെയും ദാവീദ് കൊന്നു. നിഷ്പ്രയാസം ദാവീദിന് സാവൂളിനെ കൊല്ലാം. ഇതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. പക്ഷേ ദാവീദ് ഒളിവിൽ പോയി. ദാവീദ് എന്ന വ്യക്തിയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്ന അവിടുന്ന്. അവിടെ വ്യക്തമായിട്ടും ദാവീദിന് അറിയാം, ഇത് അഭിഷേകം ചെയ്യപ്പെട്ടവനാ, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവൻ, അനോയിന്റഡ് വൺ. ഈ അഭിഷേകം ചെയ്യപ്പെട്ടവനെ ഞാൻ തൊടാൻ പാടില്ല. ദാവീദ് തന്നെ എഴുതുന്ന സങ്കീർത്തനത്തിനകത്ത് 105-ാമത്തെ സങ്കീർത്തനം 15-ാം വാക്യത്തിൽ ദാവീദ് എഴുതുന്നുണ്ട്, അവിടുത്തെ അഭിഷേകത്തിനെ തൊട്ടുപോകരുത്. ഇത് വളരെ വ്യക്തമായൊരു ബോധ്യമാണ്. ദാവീദ് തന്റെ സ്തുതിഗീതത്തിൽ ചേർത്തിട്ടുണ്ട്. 105-ാം സങ്കീർത്തനം 15-ാം വാക്യം. 1 ദിനവൃത്താന്തങ്ങൾ 16-22 നമ്മളിത് വായിക്കുന്നുണ്ട്. അവിടുത്തെ അഭിഷേകത്തിനെ തൊട്ടുപോകരുത്, അവനെതിരെ തിന്മ പ്രവർത്തിക്കരുത്, പ്രവാചകനെതിരെ തിന്മ പ്രവർത്തിക്കരുത്. ഇത് വ്യക്തമായും ബോധ്യമുള്ള ദാവീദ് പിന്മാറുന്നു. സത്യത്തിൽ ദാവീദിന്റെ ശക്തിയുണ്ട്. ദാവീദിന്റെ ഒരു പയ്യനാണ്, ഒരു ചെറുപ്പക്കാരനാണെന്നൊക്കെ പറഞ്ഞാലും ദാവീദിന്റെ ശക്തി കൊണ്ട് 10,000 കൊന്നിട്ട് നിൽക്കുക. സാവൂൾ 1000 കൊന്നിട്ടുള്ളൂ, ദാവീദ് 10,000 കൊന്നു. മാത്രമല്ല, സാവൂളിന് കൊല്ലാൻ സാധിക്കാതിരുന്ന ഗോലിയാത്തിനെയും ദാവീദ് കൊന്നു. ഇപ്പം ദാവീദിന് നിഷ്പ്രയാസം കൊന്നുകളയാവുന്ന സാവൂൾ പക്ഷേ അഭിഷക്തനായതുകൊണ്ട് മാത്രം വെറുതെ വിടുകയാണ്, ദാവീദ് പിന്മാറുകയാണ്. സത്യത്തിൽ നമ്മളും ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. ഇങ്ങനെ നമുക്ക് നിഷ്പ്രയാസം തകർത്ത് കളയാവുന്ന, തരിപ്പണമാക്കാവുന്ന ചില അഭിഷക്തരൊക്കെ ഉണ്ട്. ചില അഭിഷേകത്തിൽ ഇപ്പം എന്നെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നത്, മനുഷ്യർക്ക് ചിന്തിക്കാവുന്ന, മറ്റ് അഭിഷക്തരെ കുറിച്ച് ചിന്തിക്കാവുന്ന ഒരു കാര്യമായത്. നിഷ്പ്രയാസം നമുക്ക് തകർത്ത് കളയാം ഈ അഭിഷക്തരെയൊക്കെ. അവരുടെ തിന്മകൾ, അവര് കാണിച്ചു കൂട്ടുന്ന അഴിമതികൾ, അവരുടെ അനീതികൾ, അവര് കൂട്ടു നിൽക്കുന്ന കൊടും തിന്മകൾ, അഴിമതികൾ, ഇങ്ങനെ ഈ പാവപ്പെട്ടവന്റെ പണമെടുത്ത് നശിപ്പിച്ചു കളയുന്നൊക്കെ പറയുന്ന കൊടും അഴിമതികളിലൊക്കെ നിൽക്കുന്ന അഭിഷക്തരൊക്കെ ഉണ്ട്. ഒരു മനസാക്ഷി കുത്തുമില്ലാതെ പണം കൈകാര്യം ചെയ്യുന്ന, ആർത്തി കാണിക്കുന്ന അഭിഷക്തരൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ വ്യക്തിപരമായിട്ട് പേരെടുത്ത് പറഞ്ഞിട്ട് അവരെ തകർത്ത് കളയാനും നശിപ്പിച്ചു കളയാനും സാധിക്കും. പക്ഷേ ഈ വചനം നമ്മളെ ചിന്തിപ്പിക്കുക. ദാവീദ് പിന്മാറുന്നു. ഒറ്റ കാര്യം, അതിന് നിഷ്പ്രയാസം കൊല്ലാവുന്ന സാവൂളിനെ തൊടാതെ ദാവീദ് പിന്മാറുന്നതിന്റെ കാരണം ആ അഭിഷക്തനായതുകൊണ്ടാണ്. അത് വചനം പറയുന്നത്, 2 വചനത്തിൽ പറയുന്ന കാര്യം നമ്മൾ പാലിക്കുക. നമ്മൾ സുവിശേഷത്തിരിക്കുകയാണ്. സുവിശേഷത്തിലേക്ക് വരുമ്പം എൻ്റയർലി വ്യത്യസ്തമായൊരു സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. ഈ യൂദയ, ജെറുസലേം, ഇദുമയ, ഗലീലിയ, അവിടെ ഇങ്ങനെ ജോർദാന്റെ മറുകരയിൽ ടയറിലും സീദോനിലും ഒക്കെ നിന്നും ആളുകൾ ഈശോയെ തിരക്കി വരികയാണ്. ഈശോയുടെ അടുത്തെത്തി ആൾക്കൂട്ടം ഇങ്ങനെ തിക്കി തിരക്കുകയാണ്. അപ്പൊ ആൾക്കൂട്ടത്തിന്റെ തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോടൊരു വള്ളം ഒരുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് വള്ളത്തിലിരുന്ന് ഈശോ പഠിപ്പിക്കാൻ തുടങ്ങിയ. എന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയതുപോലെ രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കി തിരക്കിക്കൊണ്ടിരുന്നു. ഈ വരിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കി തിരക്കിക്കൊണ്ടിരുന്നു. രോഗമുണ്ട് അവർക്ക്, പക്ഷെ വിശ്വാസമില്ല.
വിശ്വാസം ഉണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ വള്ളത്തിൽ പോയിരിക്കത്തില്ലായിരുന്നു. അവൻ കരയിൽ തന്നെ നിന്നേനെ, തൊട്ടോള അവൻ ആവശ്യപ്പെട്ടേനെ, തൊട്ടിട്ട് അനുഗ്രഹം പ്രാപിച്ച് പോകാനായിട്ട് ആവശ്യപ്പെട്ടില്ല. അതാണ് ഈശോയുടെ രീതി. പക്ഷെ അവർക്ക് വിശ്വാസമില്ല, അവർക്ക് രോഗമേ ഉള്ളൂ. രോഗമുണ്ട്, വിശ്വാസമില്ല. അതൊരു ഒരു ആത്മീയ അവസ്ഥയാണ്. രോഗമുണ്ട്, പക്ഷെ വിശ്വാസമില്ല. രോഗം ഉണ്ട് എന്നതിന്റെ പേരിൽ മാത്രം ക്രിസ്തുവിനെ സമീപിക്കുകയും സ്പർശിക്കുകയും ചെയ്താൽ, ദിവ്യകാരനെ സ്വീകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അനുഗ്രഹം കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. രോഗമുണ്ടായിരിക്കുകയും അവൻ വിശ്വസിക്കുകയും ചെയ്യുന്നവനാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ സുവിശേഷത്തിലുടനീളം നടക്കുന്ന രോഗശാന്തികൾ നടക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ സുവിശേഷം വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക, രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കിത്തിരക്കി കൊണ്ടിരുന്നു, പക്ഷെ അവനാണെങ്കിൽ ഒരു വള്ളത്തിൽ കയറി മാറിയിരുന്നു. കാരണം അവർക്ക് അനുഗ്രഹം കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വിശ്വാസം കൂടെ ഉണ്ട്. രോഗികളാണ്, ഓക്കെ, അവർക്ക് അതിനോടൊപ്പം വിശ്വാസവും കൂടെ ഉണ്ടെങ്കിൽ അവൻ അവരെ ആ വള്ളത്തിൽ നിന്നും ഇറങ്ങി കരയിലേക്ക് എന്നിട്ട് എന്നെ തൊട്ട് അനുഗ്രഹം പ്രാപിച്ചിട്ട് നിങ്ങൾ പോയിക്കൊള്ളാനായിട്ട് ഈശോ ആവശ്യപ്പെട്ടേനെ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്കൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശാരീരികവും ആത്മീയവും മാനസികവുമായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള രോഗാവസ്ഥകളുണ്ട്. പക്ഷെ ആ രോഗാവസ്ഥ ഉണ്ട് എന്നതിന്റെ പേരിൽ മാത്രം ക്രിസ്തു നമ്മളെ തൊട്ടിട്ട് പോകത്തില്ല. ക്രിസ്തു മാറിയിരിക്കും. ഈ രോഗത്തെ സൗഖ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ശക്തമായ വിശ്വാസം നമുക്കുണ്ടോ, അവൻ നമ്മളോട് ചേർന്ന് നിൽക്കും, നമ്മളെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യും. ഇതൊരു ബോധ്യം തരിക ഈശോ. ഈ ബോധ്യത്തിൽ നമ്മുടെ രോഗാവസ്ഥകളെല്ലാം കർത്താവിന് സമർപ്പിച്ചിട്ട് വള്ളത്തിലിരിക്കലിന്റെ കർത്താവെ കരയ്ക്ക് വരണമേ, ഞങ്ങളെ തൊടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊന്നും അനുഗ്രഹിക്കട്ടെ.